കൂട്ടുകാരെ, ഇനി മറ്റൊരു ആയത്തിനെ കുറിച്ച് പഠിക്കാം. കല്ലാ സൗഫ തഅലമൂൻ. അവിടെ ഒന്നാമത്തെ അക്ഷരം ക, ചുവപ്പ് നിറത്തിൽ ലാ, ലാമിന് ശബ്ദുണ്ട്, കട്ടി കൂട്ടി പറയണം. ലാ. നീല നിറത്തിൽ അലിഫ്, കല്ലാ. മഞ്ഞ നിറത്തിൽ സ, പച്ച നിറത്തിൽ വാവ്, വാവിന് സുക്കൂന്, ചുവപ്പ് നിറത്തിൽ ഫ, സൗഫ. നീല നിറത്തിൽ ത, മഞ്ഞ നിറത്തിൽ ഐന്, ഐനിന് സുക്കൂന്, പച്ച നിറത്തിൽ ല, ചുവപ്പ് നിറത്തിൽ മു, നീല നിറത്തിൽ വാവ്, മഞ്ഞ നിറത്തിൽ ന, തഅലമൂന. ഇനി ഇതിൻ്റെ താഴെയുള്ള വരിയിലേക്ക് നോക്കൂ, കൂട്ടി എഴുതേണ്ട ശ്രദ്ധിച്ചോളൂ. കല്ല, അവിടെ കാഫിനെ ലാമിലേക്ക് ചേർത്തിയെഴുതി, ലാമിന് ശേഷമുള്ള അലിഫിലേക്ക് ചേർത്തിയെഴുതി. കല്ല. സൗഫ, അവിടെ സീനിനെ വാവിലേക്ക് ചേർത്തിയെഴുതി, വായിക്കേണ്ടത് സൗഫ. തഅലമൂന, അവിടെ തായിനെ ഐനിലേക്ക് ചേർത്തിയെഴുതി, ഐനിനെ ലാമിലേക്ക് ചേർത്തിയെഴുതി, ലാമിനെ മീമിലേക്ക് ചേർത്തിയെഴുതി, മീമിനെ അതിനുശേഷമുള്ള വാവിലേക്ക് ചേർത്തിയെഴുതി, വായിക്കേണ്ട രൂപം തഅലമൂന. ഇനി ഇത് കൂട്ടി ഓതേണ്ട രൂപം ശ്രദ്ധിച്ചോളൂ. കല്ലാ സൗഫ തഅലമൂൻ. ഇനി മുസ്ഹഫ് ഉള്ളതിപ്പോൾ നോക്കി ഓതിക്കോളൂ. കല്ലാ സൗഫ തഅലമൂൻ. ആവർത്തിച്ചോതി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.